കൊല്ലം സുധിയുടെ മൂന്നാമത്തെ ഭാര്യയായ രേണുവിന്റെയും മകനായ കിച്ചു സുധിയുടെയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുന്നത്. തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപും മരിച്ച ശേഷവും ഞങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളും തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞതോടുകൂടിയാണ് രേണുവിനെതിരെ ഒരുപാട് പേർ സൈബർ ആക്രമണം നടത്തുന്നത്. രേണു കിച്ചുവിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നും രേണുവിന് കിച്ചുവിനോട് ഒരു തരത്തിലുള്ള സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ രേണുവിനെ വിമർശിച്ചു. വിമർശനം താങ്ങാനാവാതെ രേണുവും കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. മാത്രമല്ല, കിച്ചുവിന് താൻ അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് രേണു പങ്കുവെച്ചുകൊണ്ടുവന്നത്. പക്ഷേ ആ സ്ക്രീൻഷോട്ട് കൊണ്ട് പലർക്കും മനസ്സിലാകും 100ഉം 50ഉം വല്ലപ്പോഴും 200 രൂപയും അയക്കുന്നതിനെയാണ് രേണു ഇത്ര വലിയ കാര്യമായി പറയുന്നത്. സത്യം പറഞ്ഞാൽ കിച്ചു സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണമെന്നും രേണുവിന്റെ ഈ നക്കാപ്പിച്ച വാങ്ങിച്ച് ഇങ്ങനെ അടിമയെ പോലെ ജീവിക്കേണ്ടവനല്ല കിച്ചു എന്നാണ് പലരും ഇപ്പോൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത്. രേണുവിന് യാതൊരു തരത്തിലുള്ള സ്നേഹവും കിച്ചുവിൻ്റെ അടുത്തില്ലെന്ന് മുൻപേ ഞങ്ങൾക്ക് മനസ്സിലായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രേണു കിച്ചുവിനോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്തിന് കിച്ചുവിന്റെയും ഋതപ്പിന്റെയും പേരിലുള്ള ആ വീട് കിച്ചുവിന് വാടകയ്ക്ക് കൊടുത്താൽ ഇതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും. ആ ഒരു കാശ് മതി കിച്ചുവിന് ജീവിക്കാൻ. പക്ഷെ അതുപോലും ചെയ്യാതെ അവൻ അച്ചമ്മയുടെ വീട്ടിൽ നിന്നാണ് വളരുന്നത്. ആ ഒരു നന്ദിയെങ്കിലും രേണു തിരിച്ചു കാണിക്കണമെന്നും ഇങ്ങനെ 100ഉം 200ന്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് രേണു വന്നത് വളരെ മോശമായി എന്നുള്ള രീതിയിലാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, കിച്ചു ഇനി സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണം. അതാണ് കിച്ചുവിന്റെ അഭിമാനത്തിനും നല്ലത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.